സൗദി അറേബ്യ ഇസ്രയേലിനോട് മുട്ടാനുള്ള തയ്യാറെടുപ്പിലാണ്. കാരണം ചില വാണിങ്ങുകളൊക്കെ കൊടുത്തിരുന്നു. ഈ പറയുന്ന ഖത്തറിനെ അടിച്ചതിന് പിന്നാലെ അറബ് രാജ്യങ്ങളിലെല്ലാം തന്നെ ഒരു ആശങ്ക രൂപപ്പെട്ടിട്ടുണ്ട്. ഏത് നിമിഷവും എവിടെയും അടിവരും. പക്ഷേ ഭീകരരെ പിന്തുണയ്ക്കുന്നവർക്ക് മാത്രമേ അടി വരുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു സത്യം. പക്ഷേ വെസ്റ്റ് ബാങ്കിലെ ഇസ്രയേലിൻ്റെ മുന്നേറ്റങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ സൗദി അറേബ്യയുടെ ഒരു വാണിംഗ് എന്ന് പറയുക, ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിലുള്ള ഒരു സന്ദേശം എത്തുന്നത്. ശരിക്കും എന്താണ് സൗദി അറേബ്യ ലക്ഷ്യം വയ്ക്കുന്നത്? സൗദി ചില കാര്യങ്ങൾക്കകത്ത് തീരുമാനമെടുക്കുന്നോ അല്ലെങ്കിൽ അതിൻ്റെ തലവനാവാൻ ശ്രമിക്കുന്നു എന്നൊക്കെ നമ്മൾ വിചാരിക്കേണ്ടി വരണം. സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്തിന് അവർ പറയുന്നത് അറബ് രാജ്യങ്ങളുടെ ഒരു ഖലീഫയായിട്ടാണല്ലോ അറബ് രാജ്യങ്ങൾ മൊത്തം തീരുമാനിച്ച് വെച്ചിരിക്കുന്നത്. ഇതിന് ചില ഉള്ള അംഗീകാരം കിട്ടുന്നില്ലെങ്കിലും ഒരുപക്ഷെ അവരൊക്കെ തീരുമാനിച്ചതാണോ എന്ന് അറിയത്തില്ലല്ലോ. മനസ്സിലായിരുന്നു. കാരണം ഇപ്പം ഖത്തറിനെ അടിച്ചതിന് ശേഷമുള്ള ഈ GCC രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ വന്നല്ലോ. കൂട്ടായ്മ അതങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ തീരുമാനമൊന്നും വെളി വന്നില്ലെങ്കിൽ ആലോചന നടന്നതിന് ശേഷം ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു കരാർ പാകിസ്ഥാനുമായിട്ട് ഉണ്ടാക്കിയത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രണ്ട് രാജ്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുമെന്ന് പറഞ്ഞൊരു കരാർ ഉണ്ടാക്കി അതിനകത്ത് അതിർത്തി നമ്മുടെ ഇന്ത്യ മഹാരാജ്യം രേഖപ്പെടുത്തി ഇസ്രയേലിന് ആ കരാറിനോട് ഈ പറഞ്ഞ പല സൗദിയുമായിട്ടുള്ള പല മുമ്പുള്ള പല കരാറുകളും അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ബന്ധങ്ങൾക്കകത്തൊക്കെ വിഘ്നം വരുന്ന രീതിയിലേക്കുള്ള ഒരു കരാറാണെന്ന് ഇസ്രയേൽ പറയാതെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഈ പറയുന്ന പുതിയ നാറ്റോ, അറബ് നാറ്റോ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന പാകിസ്ഥാനുമായിട്ടുണ്ടാക്കിയ ഒരു സഖ്യത്തിനകത്ത് വരുന്നതിനെയും എതിരിടാൻ ആദ്യത്തെ ത്രട്ട് വരുന്ന പാകിസ്ഥാൻ്റെ സ്വഭാവം അനുസരിച്ചും അല്ലെങ്കിൽ ഈ പറയുന്ന സൗദിയുടെ രീതി അനുസരിച്ചും വരാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമ്മളോട് ചൊറിയാനായി പാകിസ്ഥാൻ നിന്നിട്ടുള്ളത്. നമ്മൾ കയറി അടിക്കുമ്പോഴായി സൗദിക്ക് അടിക്കേണ്ടി വരും. സൗദിക്ക് അത് അടിക്കേണ്ടി വന്നാൽ സൗദിക്ക് അടി മേടിക്കുക എന്നുള്ള കാര്യമോ അല്ലെങ്കിൽ സൗദിക്ക് നിൽക്കാൻ പറ്റത്തില്ലെന്നുള്ള കാര്യമൊക്കെ സൗദിക്ക് അറിയാം. ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചോളം മാത്രമല്ല ഇവിടെ ഇരുന്ന് മൂളിയ സൗദിയെ കയറി ഇസ്രായേൽ അടിച്ചിട്ട് പോകും. അതിന് നാറ്റോ രൂപീകരണമൊന്നും നമ്മൾ ഇത് ചർച്ച ചെയ്യുമൊന്നും വേണ്ട. പണ്ട് തൊട്ടേ ചർച്ചയും ബന്ധവും ഒക്കെ ഉള്ളതാണ്, മനസ്സിലാവുന്നുണ്ട്. ഈ പാകിസ്ഥാൻ വിഷയം ഉണ്ടാക്കിയപ്പോൾ ഇപ്രാവശ്യത്തെ വിഷയത്തിനകത്ത് നമ്മുടെ ഒരു പറയില്ല, വേണ്ട നമുക്ക് ആവശ്യമുണ്ടെങ്കിലെന്ന് പറഞ്ഞിട്ട് നേരിട്ട് ഇപ്പം അടിക്കാൻ വന്നതാ. ഞങ്ങൾ തീർത്തേക്കാം, നിങ്ങൾ ഇമ്മായിരുന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട്. ആരൊക്കെ? ഈ സിന്ദൂരിനകത്ത്. എന്നിട്ട് അത് അവരുടെ ഇടപെടലുണ്ട്. അതിന് മുമ്പ് അറിയാമല്ലോ, നമ്മുടെ ഈ കാർഗിൽ നമ്മുടെ ആ യുദ്ധത്തിനകത്ത് നിർണായകമായിട്ടുള്ള ഒരു സ്പേസ് കൈകാര്യം ചെയ്ത് ഇവരാ. അവിടെ നമ്മുടെ കുത്തനെയുള്ള മേളിൽ നിന്ന് താപ്പോട്ടാ യുദ്ധം ചെയ്യുന്നത് പാകിസ്ഥാൻ, അറിയാമോ? റേഷ്യോ മാത്രമല്ല 6 മാസമായിട്ട് പാകിസ്ഥാൻ അവിടെ കയറിയിരുന്നതാണ്. അപ്പം മൊത്തം ഭൂപ്രകൃതിയും പഠിച്ചു എങ്ങനെ ചെയ്യണമെന്ന്. അവിടെ നിന്നിട്ട് യുദ്ധം ചെയ്യുമ്പം മേപ്പോട്ട് കുത്തനെ വിമാനം പറത്താനും ഈ പറയുന്നത് മേപ്പോട്ട് യുദ്ധം ചെയ്യുന്നതിനും വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മുടെ പൈലറ്റുമാരെ പരിശീലിപ്പിക്കുന്നു. അത്തരത്തിൽ ചില ഘട്ടങ്ങളിൽ അവരുടെ പൈലറ്റുമാർ യുദ്ധവിമാനം ഉപയോഗിച്ചു. അത് രഹസ്യം അല്ലെങ്കിൽ പരസ്യമായിട്ട് പറയുന്നത് ഇങ്ങനെ വരുന്നു. അതിനു മുമ്പ് പല ഘട്ടങ്ങളിലും ഈ പറയുന്ന സർജിക്കൽ സ്ട്രൈക്കിനാരായിരുന്നു നമ്മുടെ ബങ്കർ ബ്ലസ്റ്റർ ബോംബ് ആദ്യമേ ഉപയോഗിച്ചാരാ. അതിനുശേഷം വലിയ ഈ പറയുന്ന ഇസ്രായേലും അല്ലെങ്കിൽ ഹമാസുമായിട്ടുള്ള യുദ്ധത്തിന് അത് ഉപയോഗിച്ചായിട്ട് വലിയ വാർത്ത വന്ന്. അതിനു മുമ്പ് ഉപയോഗിച്ച ഇവിടെ ഈ സർജിക്കൽ സ്ട്രൈക്കിന് അറിയാമോ? ബങ്കർ ബസ്റ്റർ ഉപയോഗിച്ച് നമ്മൾ. അപ്പം ആ രീതിയിലേക്കൊക്കെ ഉള്ളൊരിതുണ്ട്. അപ്പം ഇവർ ഈ നാറ്റോ രൂപീകരിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങോട്ടടിക്കാനും അങ്ങോട്ടടിക്കാനും അല്ലേ ഒക്കെ തീരുമാനിക്കുമ്പോൾ ആ അടിയുടെ ആഘാതം എത്രത്തോളം ഉള്ളെന്നുള്ള കാര്യമൊക്കെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു രീതി വെച്ചിട്ട് നമുക്കറിയാം. പക്ഷേ ഇന്ത്യക്കെതിരെ ഒരു നീക്കം നടത്തിയാൽ അതിന് സൗദി സഹായിക്കുന്ന ഒരവസ്ഥ വന്നാൽ അല്ലെങ്കിൽ ഇരുന്ന് സഹായിക്കുന്ന അറ്റാക്ക് ഒരുപക്ഷെ ഈ പറയുന്ന പോലെ ഇവരുടെ കയ്യിൽ ചില സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്, ചില വിമാനങ്ങൾ, ചില ഇതുകളൊക്കെ ഇപ്പം സൗദിയുടെ കയ്യിലിരിപ്പുണ്ട്. അത് നമ്മളെക്ക് എതിരെ പ്രയോഗിക്കാൻ പാകിസ്ഥാൻ ഉപയോഗപ്പെടുമോ എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു ആശങ്ക വരുന്നുണ്ട്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എപ്പം സൗദി എന്ന് പറയുന്ന രാജ്യം തീർന്നെന്ന് ചോദിച്ചാൽ മതി. അതാണ് അതിനെതിരെ നല്ലൊരു നീക്കവും അല്ലെങ്കിൽ അത്തരത്തിലൊരു വിചാരവും അത്തരത്തിലുള്ളൊരു തീരുമാനവും ഈ പറയുന്ന ഇസ്രായേലും ഇന്ത്യയുമായിട്ട് എടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അതിന് ഈ പറയുന്ന പോലെ ഒരു കമ്മിറ്റി കൂടുകയൊന്നും വേണ്ട പുതിയതായിട്ട്. അത് പരസ്പരം അങ്ങോട്ട് സംസാരിച്ച് തീർന്നുവെച്ചാൽ മതി. അപ്പം അത് ആ രീതിയിലേക്ക്. അപ്പോൾ ഇപ്പം ഈ ഒരു നീക്കം വെസ്റ്റ് ബാങ്കിനെതിരെ അല്ലെങ്കിൽ ഇന്ന പ്രദേശങ്ങളിലൊക്കെ വന്നാൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ, ഇങ്ങനെയാണ് പറഞ്ഞത്, ഇതുവരെ ഇല്ലാത്ത രീതിയിലേക്കുള്ള ഒരു മുന്നേറ്റം നിങ്ങൾ കാണേണ്ടി വരും. അപ്പം ഏതാണ്ടൊക്കെ ഒന്ന് ആലോചിച്ച് തീരുമാനിച്ച് മനസ്സിലാവുന്നുണ്ടോ? വെളിയിൽ വരാത്ത കുറേ തീരുമാനങ്ങൾ GCC രാജ്യങ്ങളെല്ലാം കൂടി എടുത്തതായിട്ടും ഈജിപ്റ്റ് ഇപ്പം മനസ്സിലായില്ല ഈ ഗസ ഒഴിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണെന്ന് പറയുന്നു.
സൈന്യത്തിനെയൊക്കെ ഒന്ന് വിന്യസിച്ച് നിർത്തിയിട്ടുണ്ട്. ഈജിപ്തും ഇസ്രായേലും തമ്മിൽ നല്ല ബന്ധത്തിലാണ്. കാരണം ഈ പറയുന്ന മറിയാലോ പനാമ കനാലിലെ ഇതൊക്കെ ഇവരുടെ താല്പര്യം കൊണ്ടും അമേരിക്കയുടെ താല്പര്യം കൊണ്ടും ഒക്കെയാണ് ഈ ഹൂത്തികളുടെയൊക്കെ ശല്യമില്ല നടക്കുന്നത്. അപ്പോൾ അതിനകത്ത് നല്ലൊരു വരുമാനം ഇവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ സംരക്ഷണത്തിന് വേണ്ടി ഇവരും കുറച്ച് മേടിക്കുന്നുണ്ടാവും, കാരണം കപ്പലും ഒക്കെ ഓടിക്കുന്നതിന്. അപ്പോൾ ഈജിപ്റ്റ് ഇപ്പോൾ ഒരു തയ്യാറെടുപ്പിൽ അതിന് പറഞ്ഞാൽ ഇവിടുന്ന് ഗസയിൽ കടത്തുന്ന 10 ലക്ഷം അല്ലെങ്കിൽ ഈ ആളുകൾ പോകുന്നുണ്ടല്ലോ, അവിടെ ഒഴിപ്പിക്കുന്നുണ്ടല്ലോ, അതിപ്പോൾ ഈജിപ്തിലേക്കാണ് ലക്ഷ്യം വെക്കുന്നുണ്ട്. അപ്പോൾ അവരെ കയറ്റാൻ താല്പര്യമില്ല. ന്യായമാണ്. ആൾക്കാരെയൊന്നും ഞങ്ങളുടെ രാജ്യത്തോട്ട് കയറ്റാൻ പറ്റത്തില്ല. അതായത് അറബി രാജ്യങ്ങളും പാലസ്തീനും ഒക്കെ വേണം. അഭയാർത്ഥികളെ മുസ്ലിങ്ങളെ ഒന്നും ഈജിപ്തിനും വേണ്ട, സൗദിക്കും വേണ്ട, ഖത്തറിനും വേണ്ട, ആർക്കും വേണ്ട. അന്നേരം സ്നേഹമൊന്നുമില്ല. പണ്ടുള്ള ഒരു കാര്യം പറഞ്ഞു പറ്റി, ഇവിടെ വലിയ നമ്മുടെ ഈ ഗാസയിലും അല്ലെങ്കിൽ ഈ ഇസ്രായേലും ഗാസയിലുമുള്ള പാലസ്തീൻ നമ്മൾ യുദ്ധം വന്നപ്പോൾ അഭയാർത്ഥികളെന്തോ ചെയ്യും, കുഞ്ഞുങ്ങൾ മരിക്കുന്നു, അല്ലെങ്കിൽ ഇവരൊന്ന് അന്നേരം ഈ ടി മോഹൻദാസ് ചർച്ചയ്ക്കകത്ത് ചോദിച്ചു, എടാ ഞങ്ങളൊരു ശരി അവിടുന്ന് ഒരു 1 ലക്ഷം പേരെ ഈ ഒരു കപ്പലിനകത്ത് കയറ്റി കൊച്ചി തുറമുഖത്തിൽ ഇറക്കി തരാം. ഈ കരയുന്നവന്മാരല്ല, ഓരോന്നിനെ കൊണ്ടുപോയാൽ മതി, കൊണ്ടുപോകും. ഓരോ ഈ പാലസ്തീനുള്ള മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഈ ഗതിയില്ലാത്തവർ ഈ പറയുന്ന ഇപ്പോൾ കരയുന്നവന്മാരുണ്ടല്ലോ കേരളത്തിൽ, ഓരോത്തിനെ വീട്ടിൽ കൊണ്ടുപോകും. ഇല്ലല്ലോ, ആരും ഇപ്പോൾ ചോദിക്കുക എന്താറല്ലോ എന്ന് പറഞ്ഞതുപോലെ പാലസ്തീനൊക്കെ ഗാസയൊക്കെ കുഞ്ഞുങ്ങളൊക്കെ പെണ്ണുങ്ങളൊക്കെ. പക്ഷേ ഇതിനെയെല്ലാം കൂടെ എന്നാൽ 10 എണ്ണത്തിനെ അവിടോട്ട് നിർത്ത്, എന്നാൽ 10 എണ്ണത്തിന് ഇവിടോട്ട് നിർത്തുക, അല്ലെങ്കിൽ ഗതികെട്ടോമാർ. ഇവർ പറയുന്നൊന്നുമില്ല, ഗതികേടാണെന്നില്ല, ഭക്ഷണം കഴിക്കാൻ മാർഗ്ഗമില്ല, വീടുമില്ല, കുടുംബവും ഇല്ല. ഈ പറയുന്ന ഇവർക്ക് വേണ്ടി നിങ്ങൾ കരയുകയും UN സംസാരിക്കുകയും അല്ലെങ്കിൽ കാര്യം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. 10 പേരെ അത് കിട്ടുന്നത് അതിൻ്റെ കാര്യം എന്തോ? അപ്പോൾ ഇവനെയൊക്കെ എവിടെ അക്കോമഡേറ്റ് ചെയ്താലും ആ രാജ്യം കൊണ്ടേ പോകത്തുള്ളൂ. മനസ്സിലായി. രോഹിംഗ്യൻ മുസ്ലിങ്ങളെ ആരും വേണ്ടാന്ന് പറയുന്നത് പോലൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇതേ താല്പര്യം പണ്ട് ഇസ്രായേലും ഈ പറയുന്ന പാലസ്തീനും യുദ്ധം ഉണ്ടായപ്പോൾ ജോർദാൻ എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടായിരുന്നു. വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യം. അന്ന് അഭയാർത്ഥികൾ ഈ പാലസ്തീനിൽ നിന്നുള്ള അഭയാർത്ഥികൾക്ക് ഇതുപോലെ ഗതികേട് വന്നപ്പോൾ ഇങ്ങോട്ട് കയറി ഇരുന്നോണ്ടാട്ടെന്ന് പറഞ്ഞിട്ട് കൊടുത്ത അവസാനം അവിടുത്തെ ഈ ക്രിസ്ത്യാനികളുടെ കഥ ക്രിസ്ത്യാനികൾ അവിടെ നിന്ന് പറഞ്ഞത് ഞാനൊരു പ്രാവശ്യം ടോക്കിൽ തന്നെ ചെയ്തതാണ്. ലെബനന്റെ അവസ്ഥ ലെബന്റെ അവസ്ഥ ജോർദാൻ അല്ല, സോറി, ലെബനൻ തെറ്റിപ്പോയി. ലെബന്റെ അവസ്ഥ ഇപ്പം ഈ ഹിസ്ബുള്ളയൊക്കെ ഹൂത്തികൾ കൈയിറക്കി വെച്ചേക്കുന്നില്ല. അവസാനം അവർ കയറ്റി അവിടെ അവർ ഭൂരിപക്ഷമായി കഴിഞ്ഞപ്പോൾ ഈ രാജ്യത്തിനെതിരെ ഇവരുടെ താല്പര്യം അനുസരിച്ച് യുദ്ധം ചെയ്യാൻ തുടങ്ങി. ക്രിസ്തുമസിന് അവസാനം അവരുടെ ബന്ധുക്കളും വളരെ ആഘോഷമായിട്ട് ക്രിസ്തുമസ് നടത്തിക്കൊണ്ടിരുന്ന അവർക്ക് പിന്നെ ക്രിസ്തുമസ് ആഘോഷിക്കാൻ പറ്റാതായി. ക്രിസ്തുമസ് രാത്രികളിൽ ബന്ധുവീട്ടിൽ പോകുന്ന വണ്ടി തടഞ്ഞു നിർത്തി പോലീസിൻ്റെ കൂട്ട് മതമൂല്യവാദികൾ തടഞ്ഞു നിർത്തിയിട്ട് ക്രിസ്ത്യാനിയാണെന്നറിയുമ്പോൾ അവനെ അവിടെ വെച്ച് കൊല്ലുന്ന അവസ്ഥയായി. അതായത് ഇപ്പോൾ ആ രാജ്യത്തിൻ്റെ അവസ്ഥ, ഈ കുടിയേറ്റക്കാർ അവർക്ക് ഒറ്റ അജണ്ടയേ ഉള്ളൂ. മതമൂല്യവാദികൾക്ക് എവിടെ ആയാലും ഒരു അജണ്ടയേ ഉള്ളൂ. അന്ന് പാലസ്തീനുമായിട്ട് യുദ്ധം ചെയ്തപ്പോൾ ഇവിടെ നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് അവൻ അഭയാർത്ഥിയായിട്ട് ചെന്നു. പക്ഷേ അവൻ്റെ മനസ്സിൽ ഇരിക്കുന്നത് ഈ വാദവും ഈ രീതികളും. അതുകൊണ്ടാണ് ഈ പറയുന്ന ഇസ്രായേൽ പറഞ്ഞത് പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം അനുവദിക്കുന്ന വിഷയമില്ല. വെളിയിൽ നിന്ന് മറ്റ് രാജ്യങ്ങൾ പറയുന്നതല്ല പാലസ്തീൻ. അവർ പറഞ്ഞത് എങ്ങനെയാപ്പാ ഹമാസ് ഇല്ലെന്ന് പറയുന്ന ഹമാസ് എവിടെ തീർത്താലും ഹമാസ് തീരാത്തത്? എവിടെ തീർത്താലും ഹമാസ് തീരാത്ത എന്തിയ ബന്ദികൾ? ഹമാസിന് കൂടാരവും ഇല്ല, ഹമാസ് ഇല്ല, ഹമാസ് തീർന്നു, ഈ പറയുന്ന ഈ പ്രദേശത്തെയും കാണുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒന്ന് ചർച്ചയ്ക്ക് വിളിച്ചായിട്ട് അല്ലെങ്കിൽ ബന്ദികളെ തിരിച്ചു കൊടുക്കുന്ന രാമകൃഷ്ണൻ ജാഥയായിട്ടാണ് ആൾ വരുന്നത്. ഹമാസ് എങ്ങനെ ഉണ്ടാകുന്നു? അപ്പം ഹമാസ് ഉണ്ടാകുന്ന പാലസ്തീനിൽ തന്നെ. ഹമാസ് പാലസ്തീനിലൊക്കെ ഉണ്ട്. മനസ്സിലായില്ലേ? മുഖംമൂടി എടുത്ത് കെട്ടുന്നതും കെട്ടാത്തതും മാത്രമേ ഉള്ളൂ. നമ്മൾ അവന്മാർ വെളിയിൽ വരുമ്പോൾ തോക്കുകൊണ്ട് മുഖംമൂടി കെട്ടി വരുന്നു, അല്ലാതെ നടക്കുന്നതൊക്കെ. അപ്പം ഇതിൻ്റെ പുറകിൽ അവർ തന്നെയാണ്. ഇത് വളരെ കൃത്യമായിട്ട് ആർക്ക് മനസ്സിലായി? ദീർഘകാലമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം ആര്? ഇസ്രായേൽ. ബാക്കിയുള്ളവൻ വെളിയിൽ നിന്ന് ന്യായം പറഞ്ഞാൽ പോരെ. പ്രസംഗം നടത്തുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. പ്രസംഗം നടത്താം, അനുഭവിക്കുന്നതിനാണല്ലോ വിഷയം. സമാധാനത്തിന് വേണ്ടി പ്രസംഗം നടത്താം, രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി പ്രസംഗം നടത്താം. പക്ഷേ രാജ്യസുരക്ഷയെ എങ്ങനെ ആകണമെന്ന് ആ രാജ്യത്ത് അതിനുവേണ്ടി പണിപ്പെടുന്നവനും ഈ സമാധാനം ഈ വർത്തമാനം പറഞ്ഞാൽ ഉണ്ടാകത്തില്ല, പരസ്പരം തീരുമാനിച്ചാലേ ഉണ്ടാകത്തുള്ളൂ എന്നുള്ള കാര്യമൊക്കെ ഇത് അനുഭവിക്കുന്നതല്ലേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഇപ്പോൾ വെസ്റ്റ് ബാങ്ക് പിടിക്കേണ്ട അല്ലെങ്കിൽ ഈ രീതിയിലേക്കുള്ള അല്ലെങ്കിൽ ഈ താക്കീത് കൊടുക്കണമെങ്കിൽ പണ്ട് 48 തൊട്ട് തുടങ്ങിയ ഉരുത്തിരിഞ്ഞ അല്ലെങ്കിൽ ഈ ഒരു ഇവർക്കെതിരെയുള്ള ഒരു നീക്കം അത് ഒളിഞ്ഞും തെളിഞ്ഞും ഇപ്പോഴും ഉണ്ടെന്നുള്ളതിന് തെളിവായത്. അല്ലെങ്കിൽ സൗദി ഇപ്പോൾ ഇതിന് തയ്യാറാവത്തില്ല, സൗദി പറയത്തില്ല,
മനസ്സിലായി? ഇവരെല്ലാം കൂടെ ഒന്നുകൂടെ തീരുമാനിച്ചിട്ടുണ്ട്. പണ്ടത്തെ അത്രയും ബലം ഉണ്ടോ കൊച്ചാട്ട ഇപ്പോൾ ഉണ്ടോന്നുള്ള ഒരു സംശയം വന്നിട്ട് വീണ്ടും ഒരടി നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയുള്ളൂ. അപ്പോൾ അടിച്ചു കഴിയുമ്പോൾ ആ സംശയം മാറും. അല്ല, എനിക്കതേ പറയാനൊക്കെ തോന്നും. അടിച്ചു കഴിയുമ്പോഴേ ആ സംശയം മാറും. അപ്പം അന്നേരം പിന്നെ പഴയതുപോലെ ശരി എന്നാ അങ്ങനെ ആയിക്കോട്ടെ എന്നുള്ള തീരുമാനം വരും. ഇപ്പം പക്ഷേ എന്നാ നോക്കാമെന്നുള്ള രീതി വന്നിട്ടുണ്ടെന്നുള്ളതാണ് സൗദിയുടെ ഈ വെല്ലുവിളിയിൽ നിന്ന് മനസ്സിലാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.